ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നീൽസ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സോഷ്യൽ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന 3rd ചാപ്റ്ററും, പിന്നെ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന 4th ചാപ്റ്ററും, പിന്നെ ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന 6th ചാപ്റ്ററും ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതില് ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന 3rd ചാപ്റ്റർ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 7ാം ക്ലാസ്സുകാരുടെ പ്രധാനപ്പെട്ട എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സുകാരുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിലായിട്ടാണ് കിടന്നിട്ടുള്ളത്. ഇതിലും ഈ പറഞ്ഞ പോലെ പക്ഷേ 7ാം ക്ലാസ്സുകാരുടെ അത്ര ചാപ്റ്റേഴ്സ് 8ാം ക്ലാസ്സുകാരുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൽ വരുന്നില്ല കേട്ടോ. കുറച്ചേ ആയിട്ടേ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ 3 ചാപ്റ്റേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമുണ്ട്. അത് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ദക്ഷിണാഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണം വെസ്റ്റോനാറിയ എന്നാണ് അതിന്റെ പേര് കേട്ടോ. വെസ്റ്റോനാറിയ ദക്ഷിണാഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് വെസ്റ്റോനാറിയ. വെസ്റ്റോനാറിയയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്വർണ്ണ ഖനിയുണ്ട്. പെനാങ് എന്ന് പറഞ്ഞ ഒരു സ്വർണ്ണ ഖനി കേട്ടോ. വെസ്റ്റോനാറിയയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്വർണ്ണ ഖനിയുണ്ട്. ആ ഖനിയുടെ പേരെന്താണ്? പെനാങ് എന്നാണ് ആ ഖനിയുടെ പേര്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് ഓക്സിബോക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന്റെ പേരാണ് എന്ത്? ഓക്സിബോക്സ് എന്ന് പറയുന്നത്. ഓക്സിബോക്സ്. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. മുകളിലത്തെ പാളികൾ ചൊലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറും ഈ മർദ്ദ വ്യതിയാനത്തിനു കാരണം. അപ്പൊ ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു എന്നാണ് പറയുന്നത്. മുകളിലത്തെ പാളികൾ ചൊലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകും തോറും ഈ മർദ്ദ വ്യതിയാനത്തിനു കാരണം എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഈ ഭൂമിയുടെ കേന്ദ്രഭാഗത്തായിട്ട് അനുഭവപ്പെടുന്ന താപം എന്ന് പറയുന്നത് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസോളമാണ് കേട്ടോ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം ഏകദേശം എത്രയാണ്? 5000 ഡിഗ്രി സെൽഷ്യസോളമാണ്. ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ ഒന്നാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന്. ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഈ പറയുന്ന 3 മാർഗങ്ങളിലൂടെയാണ് ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമോപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്നും ഖനികളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ദക്ഷിണാഫ്രിക്കയിലെ ജോഹാൻസ്ബർഗിൽ നിന്നും തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പട്ടണത്തിന്റെ പേരെന്താണ്? വെസ്റ്റോനാറിയ എന്നാണ്. വെസ്റ്റോനാറിയയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്വർണ്ണ ഖനി ഏതാണ്? വെസ്റ്റോനാറിയയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്ന സ്വർണ്ണ ഖനി പെനാങ് എന്ന് പറയുന്ന സ്വർണ്ണ ഖനിയാണ് വെസ്റ്റോനാറിയയ്ക്ക് അടുത്തായി സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണമാണ് എന്ത്? ഓക്സിബോക്സ്. ഭൂമിയുടെ ഉള്ളിൽ നിന്നും വമിക്കുന്ന വിഷവാതകങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ധരിക്കുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിന് പറയുന്ന പേരെന്താണ്? ഓക്സിബോക്സ്. ഭൂമിയിൽ ആഴം കൂടുന്നതിനനുസരിച്ച് താപവും മർദ്ദവും കൂടുന്നു. മുകളിലത്തെ പാളികൾ ചൊലുത്തുന്ന ഭാരമാണ് താഴേക്ക് പോകുന്തോറും ഈ മർദ്ദ വ്യതിയാനത്തിന് കാരണം. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപം എത്രയാണ്? ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസോളമാണ് കേട്ടോ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന താപമാണ് ഏകദേശം 5000 ഡിഗ്രി സെൽഷ്യസ്.
ഭൂമിയുടെ ഉള്ളറകളെ പറ്റി മനസ്സിലാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളാണ്. ഒന്നാമത്തെ മാർഗം അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൗമ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കളിൽ നിന്ന് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂകമ്പ സമയത്തുണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്യുന്നതിലൂടെ. ഇങ്ങനെയൊക്കെയാണ്. അടുത്ത നമുക്ക് ഭൂമിയുടെ പാളികളുടെ സവിശേഷതകളെ പറ്റിയിട്ട് പഠിക്കാം കേട്ടോ. ഭൂമിയുടെ പാളികളുടെ സവിശേഷതകൾ. ഇപ്പൊ ഭൂമിയുടെ പാളികൾ എന്ന് പറയുമ്പോൾ 3 പാളികളാണ് ഭൂമിക്കുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ഭൂവൽക്കം, ക്രസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും, മാൻഡിൽ എന്ന് തന്നെയാണ് ഇംഗ്ലീഷിലും, കാമ്പ്, കോർ എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോ നമുക്ക് മലയാളം വേർഡാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. അപ്പോ ഭൂമിക്ക് എത്ര പാളികൾ ഉണ്ട്? 3 പാളികളാണ് ഉള്ളത്. ഭൂവൽക്കം, മാൻഡിൽ, കാമ്പ്. ഈ ഭൂവൽക്കം, മാൻഡിൽ, കാമ്പിന്റെ ഓരോ സവിശേഷതകളാണ് നമ്മളിനി എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഭൂവൽക്കം, ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കാനുള്ളത്. എന്താണ് ക്രസ്റ്റ് അല്ലെങ്കിൽ ഭൂവൽക്കം? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഈ ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏകദേശം 40 കിലോമീറ്റർ കനമാണ് ഈ ഒരു ഭൂവൽക്കത്തിനുള്ളത്. 2 ഭാഗങ്ങളാണ് എന്തിനുള്ളത്? ഭൂവൽക്കത്തിനുള്ളത്. വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അപ്പൊ ഭൂവൽക്കം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ്. ഏകദേശം 40 കിലോമീറ്റർ കനം ഇതിനുണ്ട്. 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് വൻകര ഭൂവൽക്കവും ഒന്ന് സമുദ്ര ഭൂവൽക്കവും. ഇനി നമുക്ക് ഈ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും എടുത്തു പഠിക്കാം. സിൽക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. അപ്പൊ വൻകര ഭൂവൽക്കത്തിന്റെ മറ്റൊരു പേരെന്താണ്? സിയാൽ എന്നാണ് കേട്ടോ. അപ്പൊ സിൽക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. സിൽക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. അപ്പൊ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിമ എന്നാണ്. അപ്പോ സിൽക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. അപ്പൊ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്നത് സിയാൽ എന്ന് പറയുന്ന പേരിലും സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിമ എന്നും. അപ്പോ ഈ സിയാൽ എന്നറിയപ്പെടാൻ, വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്നറിയപ്പെടാൻ കാരണം എന്താണ്? സിൽക്ക, അലുമിനിയം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാല്. എന്നാല് എന്താണ് സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്നറിയപ്പെടാൻ കാരണമോ? സിൽക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായി അടങ്ങിയിരിക്കുന്നതിനാലുമാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് എന്തിനെ കുറിച്ചിട്ടുള്ളത്? ഭൂവൽക്കത്തെ കുറിച്ചിട്ടുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഭൂവൽക്കത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത ആളെ പഠിക്കാം. മാൻഡിൽ. മാൻഡിലാണ് അടുത്തത്. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. അപ്പോ മാൻഡിൽ എവിടെയാണ് വരുന്നത്? ഭൂവൽക്കത്തിന്റെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ്, അല്ലെങ്കിൽ 2900 കിലോമീറ്റർ വരെയാണ് എന്തിന്റെ? മാൻഡിലിന്റെ ഭാരം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ എന്താണ് മാൻഡിലിന്റെ കനം എന്ന് പറയുന്നത് കേട്ടോ, ഭാരമല്ല, കനമാണ്. അപ്പൊ ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. എന്ത്? മാൻഡിൽ ഭൂവൽക്കത്തിന്റെ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ് എന്തുള്ളത്? ഇതിന്റെ കനം എന്ന് പറയുന്നത്. 2 ഭാഗങ്ങളാണ് മാൻഡിലിനുള്ളത്. ഒന്ന് ഉപരി മാൻഡിലും രണ്ടാമത്തത് അധോ മാൻഡിലും. 2 ഭാഗങ്ങളാണ് ഏതിനുള്ളത്? മാൻഡിലിനുള്ള 2 ഭാഗങ്ങൾ ഏതാണ്? ഉപരി മാൻഡിലും അധോ മാൻഡിലും. ഇതിൽ ഉപരി മാൻഡില് സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. എന്ത്? ഉപരി മാൻഡിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായതുകൊണ്ട് ഈ ഒരു പാളി ഖരാവസ്ഥ, സോളിഡ് സ്റ്റേറ്റിലായിരിക്കും, ഖരാവസ്ഥയിലാണ്. അധോ മാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപരി മാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധഖരാവസ്ഥയിലാണ്. അതായത് പൂർണ്ണമായിട്ട് ഖരാവസ്ഥയിലല്ല, എന്നാൽ എന്താണ് പകുതി ഭാഗോളം ഖരാവസ്ഥയിലാണ് എന്നുള്ള നിലയ്ക്കാണ് അധോ മാൻഡിൽ ഉള്ളത്. അപ്പൊ ഉപരി മാൻഡിലെ താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ എന്താണ്? അർദ്ധദ്രാവകാവസ്ഥയിലാണ് എന്നാണ് പറഞ്ഞത്. അർദ്ധദ്രാവകാവസ്ഥയിൽ, അർദ്ധദ്രാവകാവസ്ഥ എന്നാണ് കേട്ടോ. ഞാൻ ഖരാവസ്ഥ എന്നാണ് പറഞ്ഞത്, ക്ഷമിക്കണം.
അർദ്ധദ്രാവകാവസ്ഥയിലാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് പകുതി ദ്രാവകവും അല്ലാത്ത നിലയ്ക്കാണ് ഉള്ളത് എന്നാണ് അതിനർത്ഥം കേട്ടോ. പകുതി ദ്രാവകം അല്ല, അതാണ് അർദ്ധദ്രാവകാവസ്ഥ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് എന്താണ് ഇനി അടുത്ത നമുക്ക് കാമ്പ് എന്താന്ന് നോക്കാം. ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് ഇത് കാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഭൂമിയുടെ കേന്ദ്ര ഭാഗമാണ് കാമ്പ്. എനിക്ക് ഈ 2900 ആണ് എന്നാണോ അത് 2900 തന്നെ ആയിരിക്കൂലേ പറയാ. ബിക്കോസ് ഇത് ചില ഇടങ്ങളിൽ ഈ എന്താണ് ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ 90 കഴിഞ്ഞ പിന്നെ 900 90 എന്ന് പറയുന്നത് എന്തായാലും 90 ആണെന്ന് അറിയാം. പക്ഷെ ഈ 900 ആണോ എന്താണ് പിന്നെ 90,000 അങ്ങനത്തെ ഒക്കെ ചിലവർ ഇങ്ങനെ പറയുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോ 2900 എന്ന് പറയുന്നത് കേട്ടോ. എനിക്കും അത് കൺഫേം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് തെറ്റ് പറഞ്ഞു തരാതിരിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ ഇതിന്റെ കനം പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഐ മീൻ ലേറ്റ് മലയാളം ലേണർ. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിയുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചെടുത്തതാണ്. ഈ ഒരു PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് എന്താണ് ടീച്ചിങ്ങിനോട് വളരെ ഇഷ്ടം തോന്നി അങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് വന്നതാണ്. സോ ഐ എം എക്സ്ട്രീംലി സോറി. നിങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ കിലോമീറ്റേഴ്സ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗം 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെ. അത് വേണമെങ്കിൽ നമുക്ക് 637 കിലോമീറ്റർ എന്ന് പറയാം അല്ലെ. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഇതേതാണ്? കാമ്പാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗം കാമ്പ്, കോർ എന്ന് ഇംഗ്ലീഷിൽ പറയും. 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ് എന്ത് കാമ്പിന്റെ കനം എന്ന് പറയുന്നത്. 2 ഭാഗങ്ങളാണ് കാമ്പിനുള്ളത്. ഏത്? പുറക്കാമ്പ്, അകക്കാമ്പ്. അപ്പൊ 2 ഭാഗങ്ങളാണ് കാമ്പിന്, പുറക്കാമ്പും അകക്കാമ്പും. അപ്പൊ അതിൽ പുറക്കാമ്പും അകക്കാമ്പും എന്താന്ന് നോക്കാം. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ എന്താണ്? ഉരുകിയ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോ പുറക്കാമ്പ് എന്ന് പറയുമ്പോൾ ഉരുകിയ അവസ്ഥയിലായിരിക്കും. അകക്കാമ്പ് എന്താ? ഖരാവസ്ഥയിലുമായിരിക്കും. അപ്പം ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലമാണ് എന്ത്? അകക്കാമ്പ് ഖരാവസ്ഥയിലാകുന്നത്. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്നും അറിയപ്പെടുന്നു. അപ്പൊ കാമ്പിന്റെ മറ്റൊരു പേര്, അതായത് കോറിന്റെ മറ്റൊരു പേരാണ് എന്ത്? നിഫെ. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്നും അറിയപ്പെടുന്നു. നമുക്കിതൊന്നും കൂടി നോക്കല്ലേ. ഇമ്പോർട്ടന്റ് ആയത് ഭാഗമാണ് കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഭൂമിയുടെ പാളികളുടെ സവിശേഷതകളിൽ ആദ്യം ഏതാണ്? ഭൂവൽക്കമാണ്. ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ്. ഏകദേശം കിലോമീറ്റർ കനമുണ്ട്. 2 ഭാഗങ്ങളാണ്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. ഇതിൽ വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും എടുത്തു നോക്കുകയാണെങ്കിൽ സിൽക്ക, അലുമിന എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ വൻകര ഭൂവൽക്കത്തെ സിയാൽ എന്ന് വിളിക്കുന്നു. സിൽക്ക, മഗ്നീഷ്യം എന്നീ ധാതുക്കൾ മുഖ്യമായും അടങ്ങിയിരിക്കുന്നതിനാൽ സമുദ്ര ഭൂവൽക്കത്തെ സിമ എന്ന് വിളിക്കുന്നു. അടുത്തത് മാൻഡിൽ. ഭൂവൽക്കത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്നു. ഭൂവൽക്ക പാളിക്ക് താഴെ തുടങ്ങി 2900 കിലോമീറ്റർ വരെയാണ്. 2 ഭാഗങ്ങളാണ്, ഒന്ന് ഉപരി മാൻഡിലും ഒന്ന് അധോ മാൻഡിലും. അതിൽ ഉപരി മാൻഡിൽ എന്താണ്? സിലിക്കൺ സംയുക്തങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഈ പാളി ഖരാവസ്ഥയിലാണ്. അധോ മാൻഡിലാണെങ്കിലോ ഉപരി മാൻഡിലിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ പാളിയിൽ പദാർത്ഥങ്ങൾ അർദ്ധദ്രാവകാവസ്ഥയിലാണ്. അടുത്തത് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗം 2900 കിലോമീറ്ററിൽ തുടങ്ങി 6371 കിലോമീറ്റർ വരെയാണ്. 2 ഭാഗങ്ങളാണ്, പുറക്കാമ്പും അകക്കാമ്പും. പുറക്കാമ്പിലെ പദാർത്ഥങ്ങൾ ഉരുകിയ അവസ്ഥയിലാണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് അനുഭവപ്പെടുന്ന ഉയർന്ന മർദ്ദം മൂലം അകക്കാമ്പ് ഖരാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. പ്രധാനമായും നിക്കൽ, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ നിർമ്മിതമായതിനാൽ കാമ്പ് നിഫെ എന്നും അറിയപ്പെടുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്
ഭൂമിയുടെ പാളികളുടെ സവിശേഷതകളിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് കേട്ടോ. മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത നമുക്ക് പോവല്ലേ. ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും. ഇതാണ് അടുത്ത നമ്മുടെ ടോപ്പിക് കേട്ടോ. ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും. എന്താണ് ശിലാമണ്ഡലം? ശിലാമണ്ഡലത്തിന്റെ ഇംഗ്ലീഷ് നാമമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് കേട്ടോ. ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്ന പേരാണെന്ത്? ശിലാമണ്ഡലം എന്ന്. അപ്പൊ ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്ന പേരെന്താണ്? ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നു. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണെന്ത്? അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താണ്? അസ്തനോസ്ഫിയർ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ദ്രവത്തിന്റെ സ്രോതസ്, അതായത് ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ ആണ് കേട്ടോ. അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രാവകത്തിന്റെ അഥവാ ലാവയുടെ സ്രോതസ് എന്താണ്? ഈ പറയുന്ന അസ്തനോസ്ഫിയർ ആണ്. അപ്പോ ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ അഥവാ ലാവയുടെ സ്രോതസ് ഇതേതാണ്? അസ്തനോസ്ഫിയർ ആണ്. അപ്പോ എന്താണ് ശിലാമണ്ഡലവും അസ്തനോസ്ഫിയറും? ഭൂവൽക്കത്തെയും മാന്റിലിന്റെ ഉപരിഭാഗത്തെയും ചേർത്ത് അറിയപ്പെടുന്ന പേരാണ് ശിലാമണ്ഡലം. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തെത്തുന്ന ശിലാദ്രവത്തിന്റെ ലാവ എന്താണ്? ശിലാദ്രവത്തിന്റെ എന്താണ്? ശിലാദ്രവം എന്ന് പറയുമ്പോൾ ലാവ എന്നാണ് കേട്ടോ. അതിന്റെ സ്രോതസ് അതും അസ്തനോസ്ഫിയർ ആണ്. അടുത്ത നമ്മൾ ഫോസിലുകളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ആവാസ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നു. ഇവയാണ് എന്ത്? ഫോസിലുകൾ എന്ന് പറയുന്നത്. അപ്പോ അവസാദ ശിലകളാണ് കേട്ടോ. അവസാദ ശിലകൾക്കിടയിൽ കാണപ്പെടുന്നു, അതാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. അപ്പോ പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ ഏത് ശിലയിലാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താണ്? അവസാദ ശിലകൾക്കിടയിലാണ് കാണപ്പെടുന്നത് കേട്ടോ. ഇതിനെയാണ് ഫോസിലുകൾ എന്ന് പറയുന്നത്. ഭൂമിയുടെ പൂർവ്വകാലത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണയിക്കുന്നതിനും ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറ്? ഭൂമിയുടെ പൂർവ്വകാലത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണയിക്കുന്നതിനും ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട്. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനങ്ങളാണ് എന്ത്? ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഇന്ധനങ്ങൾ എന്താണ്? ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളും കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇതൊക്കെയാണ് ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണം. ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. അപ്പൊ നമുക്കൊന്ന് നോക്കാം, എന്താണ് ഫോസിലുകൾ? പ്രാചീന കാലത്ത് ഭൂമുഖത്തുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അവസാദ ശിലാപാളികൾക്കിടയിൽ കാണപ്പെടുന്നു. ഇവയാണ് ഫോസിലുകൾ. ഭൂമിയുടെ പൂർവ്വകാലത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതിനും ശിലകളുടെ പഴക്കം നിർണയിക്കുന്നതിനും ഫോസിലുകളെ പ്രയോജനപ്പെടുത്താറുണ്ട്. ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഇന്ധനങ്ങളാണ് ഏതൊക്കെ? ഇന്ധനങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. ഫോസിൽ ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. ഇനി നമുക്ക് ശിലകളിലേക്ക് പോകാം. ശിലകൾ ആണ് അടുത്ത നമ്മുടെ ടോപ്പിക്. ശിലകളിലെ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ് കേട്ടോ. ശിലകളുടെ വൈവിധ്യത്തിന്, അതായത് അതിന്റെ പ്രത്യേകതയ്ക്ക് കാരണം എന്താണ്? അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് ധാതുക്കൾ എന്നാണ്, അതായത് മിനറൽസ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ധാതുക്കൾ എന്നാണ്. ധാതുക്കൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്നറിയോ? സിൽക്ക, അബ്രം, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്, ഇതൊക്കെയാണ് ധാതുക്കൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. ഏതൊക്കെ? സിൽക്ക, അബ്രം, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്.
രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ആഗ്നേയ ശിലകളെന്നും, ഒന്ന് അവസാദ ശിലകളെന്നും, പിന്നെ കായാന്തരിത ശിലകളെന്നും. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ എത്രയായി തരംതിരിക്കാം? മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ആഗ്നേയ ശിലകളെന്നും, പിന്നെ ഒന്ന് അവസാദ ശിലകളെന്നും, മറ്റൊന്ന് കായാന്തരിത ശിലകളെന്നും. ഇത് മുന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ശിലകൾ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഭാഗം എടുത്തിരുന്ന സമയത്ത് ഇത്ര ശിലകളായിരുന്നു എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്തിൽ നമ്മൾ എന്താണ് ശിലകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. ഈ പറയുന്ന ഈ ആഗ്നേയ ശിലയെയും അവസാദ ശിലയും കായാന്തരിത ശിലയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോ നമുക്ക് നോക്കാം. ശിലകളിലെ വൈവിധ്യത്തിന് കാരണം അവയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങളാണ്. ശിലകൾ നിർമ്മിച്ചിരിക്കുന്ന ഘടകങ്ങൾ അറിയപ്പെടുന്നത് ധാതുക്കൾ എന്നും. ധാതുക്കൾക്ക് ഉദാഹരണങ്ങളാണ് സിലിക്ക, അബ്രം, ഹേമറ്റൈറ്റ്, ബോക്സൈറ്റ്. എക്സ്ക്യൂസ് മീ. ഓക്കെ. രൂപം കൊള്ളുന്ന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ആഗ്നേയ ശിലകൾ, അവസാദ ശിലകൾ, കായാന്തരിത ശിലകൾ. ഇങ്ങനെയൊക്കെ. ഇനി നമുക്ക് ആഗ്നേയ ശില, അതാണ് ആദ്യം പഠിക്കാനുള്ളത്. എന്താണ് ആഗ്നേയ ശില? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് എന്ത്? ആഗ്നേയ ശിലകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ആഗ്നേയ ശിലകൾ? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഉദാഹരണമാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. പിന്നെ അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ആഗ്നേയ ശിലയെ പറ്റിയിട്ട്. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നു. അപ്പൊ മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് രൂപം കൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആഗ്നേയ ശിലകൾക്ക് പ്രാഥമിക ശിലകൾ എന്നും ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോ ഇതാണ് ആഗ്നേയ ശിലകളെ കുറിച്ചിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത് കേട്ടോ. ഉദാഹരണം ഏതൊക്കെയായിരുന്നു? ഗ്രാനൈറ്റും ബസാൾട്ടുമാണ് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം. അടുത്ത നമുക്ക് നോക്കാം അവസാദ ശിലകൾ എങ്ങനെയാ രൂപപ്പെടുന്നത് എന്നുള്ളത്. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ച് പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ് അവസാദ ശിലകൾ രൂപപ്പെടുന്നത്? കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഉദാഹരണം മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. പാളികളുമായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കുശിലകൾ എന്നും അറിയപ്പെടുന്നു. എന്താണ്? എങ്ങനെ? പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകള് അടുക്കുശിലകൾ എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോ എന്താണ്? ആഗ്നേയ ശിലയുടെ മറ്റൊരു പേരെന്തായിരുന്നു? പ്രാഥമിക ശില എന്നും. അതിന് ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ടും. ഇവിടെയാണെങ്കിലോ അവസാദ ശിലകൾക്ക് ഉദാഹരണം മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും. അടുക്കുശിലകൾ എന്ന മറ്റൊരു പേരിലും അവസാദ ശിലകൾ അറിയപ്പെടുന്നു. അടുത്ത നമ്മൾ കായാന്തരിത ശിലകളെ കുറിച്ചാണ് പഠിക്കുന്നത്. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. എങ്ങനെയാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്? ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണ്? കായാന്തരിത ശിലകളാണ്. അപ്പോ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായ മാറ്റങ്ങൾക്ക് വിധേയമാകുമെന്നാണ് കായാന്തരിത ശിലകൾ. അപ്പോ ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും. പിന്നെ
കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോ ആഗ്നേയ ശിലയെ പറ്റി പഠിച്ചു. ആഗ്നേയ ശിലകൾക്ക് എന്താണ് ഉദാഹരണമായിരുന്നു ഏത്? ഗ്രാനൈറ്റും ബസാൾട്ടും. ആഗ്നേയ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു പ്രാഥമിക ശിലകൾ. പിന്നെ നമ്മൾ സെക്കൻഡ് ഏത് ശിലയെ പഠിച്ചത്? അവസാദ ശിലകളെയാണ് പഠിച്ചത്. അവസാദ ശിലകൾക്ക് ഉദാഹരണമായിരുന്നു ഏത്? മണൽക്കല്ലും ചുണ്ണാമ്പ് കല്ലും. അവസാദ ശിലകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരായിരുന്നു അടുക്കു ശിലകൾ. പിന്നെ നമ്മൾ കായാന്തരിത ശിലകൾ ഇതാ ഇപ്പൊ നോക്കി. അതിലെ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിളും സ്ലേറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണെന്നും അറിഞ്ഞു. അപ്പോ ഒന്നുകൂടി നമുക്ക് ഈ ശിലകളെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായി ആഗ്നേയശിലകൾ. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. ഉദാഹരണം ഗ്രാനൈറ്റും ബസാൾട്ടും. മറ്റെല്ലാ ശിലകളും ആഗ്നേയ ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ച് രൂപം കൊള്ളുന്നതിനാൽ ആഗ്നേയ ശിലകൾ പ്രാഥമിക ശിലകൾ എന്നും അറിയപ്പെടുന്നു. ഇനി അവസാദ ശിലകൾ. കാലാന്തരത്തിൽ ശിലകൾ ക്ഷയിച്ചു പൊടിയുന്നു. ഈ അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായി നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവ ഉറച്ച് വിവിധ തരം അവസാദ ശിലകളായി മാറുകയും ചെയ്യുന്നു. ഉദാഹരണം മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്. പാളികളായി രൂപപ്പെടുന്നത് കൊണ്ട് അവസാദ ശിലകൾ അടുക്കു ശിലകൾ എന്നും അറിയപ്പെടുന്നു. പിന്നെ നമ്മൾ കായാന്തരിത ശിലകൾ എന്താണെന്ന് നോക്കി. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികമായും രാസപരമായും മാറ്റങ്ങൾക്ക് വിധേയമായാണ് കായാന്തരിത ശിലകൾ രൂപപ്പെടുന്നത്. ഉദാഹരണം മാർബിൾ, സ്ലേറ്റ്. കായാന്തരിത ശിലകളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അടുത്ത നമ്മൾ അപക്ഷയത്തെ കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. വിതറിങ് എന്നാണ് ഇംഗ്ലീഷിൽ അപക്ഷയത്തെ പറ്റി പറയുന്നത്. അങ്ങനെയാണ് അറിയപ്പെടുന്നത്, വിതറിങ് എന്നുള്ള കേട്ടോ. അപ്പൊ എന്താണ് അപക്ഷയം? കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത്? അപക്ഷയം എന്ന് പറയുന്നത്. കാലാന്തരത്തിൽ ശിലകൾ പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയക്ക് പറയുന്ന പേരെന്താണ്? അപക്ഷയം. വിവിധ തരം അപക്ഷയങ്ങളാണ് ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. അപ്പൊ 3 തരത്തിൽ അപക്ഷയങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഭൗതിക, രാസിക, ജൈവിക അപക്ഷയങ്ങൾ. എന്താണ് അപക്ഷയം? കാലാന്തരത്തിൽ ശിലകൾ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ചെയ്യുന്ന പ്രക്രിയയാണ് അപക്ഷയം. വിവിധ തരം അപക്ഷയങ്ങളാണ് ഭൗതിക അപക്ഷയം, രാസിക അപക്ഷയം, ജൈവിക അപക്ഷയം. ഇതില് ഭൗതിക അപക്ഷയം എന്താണ്? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലുകളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. അപ്പൊ ഭൗതിക അപക്ഷയം എന്താണ്? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. ഇതാണ് ഭൗതിക അപക്ഷയം എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് രാസിക അപക്ഷയം എന്താ നോക്കാം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് രാസിക അപക്ഷയം എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, രാസപ്രവർത്തനത്തിലൂടെയാണ് ഈ ഒരു പ്രക്രിയ നടക്കുന്നത് എന്നുള്ളത്. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അടുത്തത് ജൈവിക അപക്ഷയം. എന്താണ് ജൈവിക അപക്ഷയം? സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളിലൂടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ എന്താണ് ജൈവിക അപക്ഷയം? സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും
ചെറുജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. നമുക്ക് ഒന്നും കൂടി ഈ 3 അപക്ഷയങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഒന്നാമത്താണ് ഭൗതിക അപക്ഷയം. എന്താണ് ഭൗതിക അപക്ഷയം? താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കൾക്കുണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാകുന്നു. കൂടാതെ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. അടുത്ത രാസിക അപക്ഷയം. ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ്, ജലം തുടങ്ങിയ ഘടകങ്ങൾ ശിലകളിലെ ധാതുക്കളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പിന്നെ ജൈവിക അപക്ഷയം. സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറക്കുന്നതും ചെറുജീവികൾ മാളമുണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. കൂടാതെ ഖനനം, പാറ പൊട്ടിക്കൽ തുടങ്ങിയ മനുഷ്യ പ്രവർത്തനങ്ങളും അപക്ഷയത്തിലേക്ക് നയിക്കുന്നു. അടുത്ത നമ്മൾ അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് 3 തരങ്ങളിൽ സഹായിക്കുന്നുണ്ട്. ഒന്ന്, മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു. 2, ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കുന്നതിന് സഹായിക്കുന്നു. 3, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. അപ്പൊ അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ എങ്ങനെ സഹായിക്കുന്നു? മണ്ണിന്റെ രൂപീകരണത്തിന് കാരണമാകുന്നു, ശിലകളിലെ ധാതുക്കൾ വേർതിരിക്കുന്നതിന് സഹായിക്കുന്നു, ഖനന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നു. ഇങ്ങനെയാണ് അപക്ഷയ പ്രവർത്തനങ്ങൾ മനുഷ്യനെ സഹായിക്കുന്നത് കേട്ടോ. അടുത്ത നമ്മൾ മണ്ണാണ് പഠിക്കാൻ പോകുന്നത്. മണ്ണിനെ കുറിച്ചിട്ടാണ്. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണെന്നറിയോ? പെഡോളജി എന്നാണ് കേട്ടോ. പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ മണ്ണിൽ വന്ന് പെട്ടുപോയല്ലോ, മണ്ണിൽ വന്ന് പെട്ടുപോയി, അതായത് പെഡോളജി. പെട്ടുപോയി, പെഡോളജി. മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ പെഡോളജി. പെഡോളജിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞനെ പറയുന്ന പേരെന്താണ്? പെഡോളജിസ്റ്റ് എന്നാണ്. പെഡോളജിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന് പറയുന്ന പേര് പെഡോളജിസ്റ്റ്. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞതും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. എങ്ങനെ? അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. ഇതിനു മുൻപ് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, 1 ഇഞ്ച് കനത്തില് മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും എന്നുള്ള കാര്യം. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്ത്? ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും കാലാവസ്ഥ ഇവയൊക്കെ. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും കാലാവസ്ഥയും. അപ്പോ ആദ്യം ഇത്രയും കഴിഞ്ഞിട്ടില്ല, മണ്ണിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ തൽക്കാലം ഇത്രയും കാര്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. മണ്ണ് എങ്ങനെയാണ്? മണ്ണിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് പെഡോളജി. ഞാൻ പറഞ്ഞല്ലോ, മണ്ണിൽ പെട്ടുപോയല്ലോ എന്ന് പറയാ. അപ്പോൾ എന്താ, സ്വാഭാവികമായിട്ടും പെഡോളജി എന്നുള്ള പേര് നമ്മുടെ മൈൻഡിലേക്ക് വരും. പെഡോളജിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന് പറയുന്നത് എന്താണ്? പെഡോളജിസ്റ്റ് എന്നാണ്. അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. അപ്പൊ അപക്ഷയ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞും ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ചു ചേർന്നും അതിദീർഘകാലത്തെ പ്രക്രിയകൾ വഴിയാണ് മണ്ണ് രൂപം കൊണ്ടിട്ടുള്ളത്. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരും. മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും കാലാവസ്ഥ. അപ്പൊ മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഭൂപ്രകൃതി, മാതൃശില, സമയം, സസ്യങ്ങളും ജന്തുക്കളും കാലാവസ്ഥ. ഇനി പറയാൻ പോകുന്നത്, തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും കേട്ടോ. അതൊരു ബേസിക് ഫാക്റ്റ് ആണ്, മനസ്സിലാക്കുക. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം എന്താണ്? സാവധാനത്തിലായിരിക്കും. ചെങ്കുത്തായ ചരിവുകളിൽ മണ്ണിനു കനം കുറവായിരിക്കും. ചെങ്കുത്തായിട്ടുള്ള സ്ഥലങ്ങളിൽ മണ്ണിന്റെ കനം എന്താണ്? കുറവാണ്.
സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. അപ്പൊ സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന അമ്ലം എന്താണ്? ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. മണ്ണിലെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏതു ശിലകളിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പൊ മണ്ണിലെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏതു ശിലകളിൽ നിന്ന് രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. മണ്ണിന്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാൻ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. മണ്ണിന്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാൻ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മണ്ണിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. തണുപ്പേറിയ സാഹചര്യങ്ങളിൽ മണ്ണിന്റെ രൂപീകരണം സാവധാനത്തിലായിരിക്കും. ചെങ്കുത്തായ ചരിവുകളിൽ മണ്ണിന് കനം കുറവായിരിക്കും. സസ്യങ്ങളും ജന്തുക്കളും അഴുകുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന അമ്ലം ശിലകളുടെ അപക്ഷയത്തിന് കാരണമാകുന്നു. മണ്ണിലെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏത് ശിലകളിൽ നിന്നും രൂപം കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. മണ്ണിന്റെ കനവും ഘടനയും അത് രൂപം കൊള്ളാൻ എടുക്കുന്ന സമയത്തെ ആശ്രയിച്ചിരിക്കും. പിന്നെ മണ്ണിന്റെ ശോഷണത്തിനു കാരണമാകുന്ന മനുഷ്യ പ്രവർത്തനങ്ങളാണ്. ഒന്ന് വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ, ഇതൊക്കെ. അപ്പൊ മണ്ണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന മനുഷ്യ പ്രവർത്തനങ്ങളാണ് വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ. ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വനനശീകരണം, കുന്നിടിക്കൽ, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ, ഇതൊക്കെയാണ് എന്ത്? മണ്ണിന്റെ ശോഷണത്തിന് കാരണമാകുന്ന മനുഷ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത്, മണ്ണ് മലിനീകരണത്തിന്റെ കാരണങ്ങളെ പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മണ്ണ് മലിനമാക്കപ്പെടാറുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയോ? പ്രകൃതിയിൽ ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ളവയുടെ ഉപയോഗം, മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവള പ്രയോഗങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണം, ഖനന പ്രവർത്തനങ്ങൾ, കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുകുന്നത്, അമിതമായ കന്നുകാലി മേച്ചിൽ, ഇതൊക്കെയാണ് മണ്ണ് മലിനീകരണത്തിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രകൃതി ജൈവപരമായ ജീർണന പ്രക്രിയയ്ക്ക് വിധേയമാകാത്ത പ്ലാസ്റ്റിക് പോലുള്ളവയുടെ ഉപയോഗം, മണ്ണിന്റെ ഘടനയെ തന്നെ മാറ്റിമറിക്കുന്ന അമിത രാസവള പ്രയോഗങ്ങൾ, അശാസ്ത്രീയമായ നിർമ്മാണ ഖനന പ്രവർത്തനങ്ങൾ, കൃഷിഭൂമി കാർഷികേതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത്, വൻതോതിൽ മണ്ണിലേക്ക് മലിനജലം ഒഴുക്കുന്നത്, അമിതമായ കന്നുകാലി മേച്ചിൽ. ഇപ്പൊ പ്ലാസ്റ്റിക് തിന്നുന്ന ഒരു അണുവിനെ കണ്ടെത്തി എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് കേട്ടോ. കടലിന്റെ അടിയിൽ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. ഞാനും അത് സെർച്ച് ചെയ്തിട്ടില്ല, എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല. പക്ഷെ വിശ്വസിക്കാവുന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ കണ്ടെത്തി എന്നുള്ളത് പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെയാണ് നേച്ചർ, അതായത് പ്രകൃതി സ്വയം അതിന് പ്രകൃതിയെ രക്ഷിക്കാൻ വേണ്ടി രൂപം കൊള്ളിച്ചിട്ടുള്ള ഒരു അണുവായിട്ടാണ് എന്നെ വിശ്വസിക്കുന്നത്. കാരണം ഈ കടലിന്റെ അടിയിലൊക്കെ ഇപ്പൊ നിങ്ങള് ഈ തിമിംഗലങ്ങൾ ഉണ്ടല്ലോ, തിമിംഗലങ്ങള് കരക്കടിയുന്ന സമയത്ത് അതിന്റെ വയറ് പൊളിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും എത്രങ്ങാനും പ്ലാസ്റ്റിക് ആയിരിക്കും എന്നറിയോ തിന്നിട്ടുണ്ടാവുക. കാരണം അയറ്റകൾക്ക് അറിയില്ലല്ലോ ഇത് തിന്നാൻ പാടുണ്ടോ, ഇത് ദഹിക്കോ എന്നുള്ള. ഒരിക്കലും പ്ലാസ്റ്റിക് വയറ്റിൽ പോയാൽ ദഹിക്കൂല. അപ്പൊ നമ്മൾ മനുഷ്യരായാലും പ്ലാസ്റ്റിക് തിന്നാലും അത് ദഹിക്കത്തില്ല വയറ്റിൽ കിടന്നിട്ട്. അപ്പം ഈ മൃഗങ്ങൾക്കും അതേപോലെ മത്സ്യങ്ങൾക്കും ഒന്നും അറിയില്ലല്ലോ ഇത് തിന്നു കഴിഞ്ഞാൽ ദഹിക്കൂല എന്നുള്ളത്. അപ്പൊ ഇത് ഈ കടലിലേക്ക് കുറെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ വലിച്ചെറിയുന്നത് കൊണ്ട്, അതേ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ വലിച്ചെറിയുമ്പോൾ ഇറ്റകൾ അത് തിന്നും, ഈ മീനുകൾ അത് തിന്നും. അങ്ങനെ ലാസ്റ്റ് ദഹിക്കാതെ വന്നാണ് ചിലപ്പോ പ്രായമായിട്ടും അതുകൂടാതെ തന്നെ ദഹിക്കാതെ വന്ന് ചത്തൊടുങ്ങുന്ന തിമിംഗലങ്ങളും ഉണ്ട്. അപ്പൊ അത് കരയ്ക്കടിയുന്ന സമയത്ത് അതിന്റെ വയറ്റിൽ നിന്ന് കണ്ടെത്തുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഇത് എത്ര ടൺ കണക്കിനാണ് പോലും. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ അന്തം വിട്ടുപോകും. അപ്പോ ഇപ്പൊ അങ്ങനെ ഒരു അണുവിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, പ്ലാസ്റ്റിക്കിനെ തിന്ന് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു അണുവിനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അടുത്തത് മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ് കേട്ടോ. ഇങ്ങനെയാണ് മണ്ണിനെ സംരക്ഷിക്കാം.
വനനശീകരണം തടയൽ, വിള പരിവൃത്തി, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, തടയണ നിർമ്മാണം. ഇതിലൂടെയൊക്കെ എന്താ നമുക്ക് മണ്ണിനെ മണ്ണ് സംരക്ഷിച്ചെടുക്കാവുന്നതാണ്. എങ്ങനെ? വനനശീകരണം തടയൽ, വിള പരിവൃത്തി, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, തടയണ നിർമ്മാണം. മണ്ണ് സംരക്ഷണ മാർഗങ്ങളാണ് വനനശീകരണം തടയൽ, വിള പരിവൃത്തി, മലഞ്ചെരുവുകളിലെ തട്ടുകൃഷി, തടയണ നിർമ്മാണം. നിങ്ങൾക്ക് ലോക മണ്ണ് ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് എന്നാണെന്നറിയോ? ഡിസംബർ 5-ാം തീയതിയാണ് കേട്ടോ. ലോക മണ്ണ് ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. വേൾഡ് സോയിൽ ഡേ ഡിസംബർ 5-ാം തീയതിയാണ് കേട്ടോ. ഇത് എന്ന് മുതലാണ് ആചരിച്ചു തുടങ്ങിയത്? 2015 മുതൽ. ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് എന്ന് പറഞ്ഞ 2015 മുതലാണ് ആദരിച്ചു തുടങ്ങിയത് കേട്ടോ. ആണ് ലോക മണ്ണ് ദിനമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്നത് ഡിസംബർ 5-ാം തീയതിയാണ്. ഇന്റർനാഷണൽ ഇയർ ഓഫ് സോയിൽസ് എന്നാണ്. സോയിൽസ് 2015 മുതലാണ് ഇത് എന്താണ് ആചരിച്ചു തുടങ്ങുന്നത്. ഇനി നമ്മൾ അടുത്തത് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. 8-ാം ക്ലാസ്സുകാരുടെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്ക്യൂസ് മീ. നമ്മുടെ ഗവൺമെന്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരം ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരം പാർലമെന്റ് മന്ദിരമാണ് കേട്ടോ. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരത്തിന് ഉത്തരം എന്താണ്? പാർലമെന്റ് മന്ദിരം. നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനമായിട്ട് കണക്കാക്കുന്നത് ഏതാണ്? സുപ്രീം കോടതിനെയാണ്. നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനം സുപ്രീം കോടതി. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയോ? അത് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം എന്നീ 3 വിഭാഗങ്ങൾ കേട്ടോ. അപ്പൊ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഏതൊക്കെയാണത്? നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതിലെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് ഏതാണ്? സ്വാഭാവികമായിട്ടും നിയമനിർമ്മാണ വിഭാഗമായിരിക്കും. നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗം. നിയമങ്ങൾ നടപ്പിലാക്കുന്നതോ അത് കാര്യനിർവഹണ വിഭാഗമാണ്. നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗവും. നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? നീതിന്യായ വിഭാഗവും. അപ്പോ എന്താണ്? ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ സമ്മേളിക്കുന്ന മന്ദിരമാണ് പാർലമെന്റ് മന്ദിരം. നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത സ്ഥാപനം അതേതാണ്? സുപ്രീം കോടതി. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം. ഇതിലെ നിയമങ്ങൾ നിർമ്മിക്കുന്നത് നിയമനിർമ്മാണ വിഭാഗം, നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗം, നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതോ നീതിന്യായ വിഭാഗം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഗവൺമെന്റ് ആണ് കേട്ടോ. ഇതിൽ ഇന്ത്യയിലെ ഗവൺമെന്റില് നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. നിയമനിർമ്മാണ വിഭാഗത്തിൽ വരുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിലോ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. ഇവരൊക്കെയാണ് കാര്യനിർവഹണ വിഭാഗത്തിൽ വരുന്നത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം. അടുത്തത് നീതിന്യായ വിഭാഗം. നീതിന്യായ വിഭാഗത്തിൽ വരുന്നതോ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. ഇതൊക്കെയാണ് നീതിന്യായ വിഭാഗത്തിൽ പെടുന്നത്. ഏതൊക്കെ? സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കല്ലേ. നിയമനിർമ്മാണ വിഭാഗത്തിലെ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം.
നീതിന്യായ വിഭാഗത്തിലോ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ. അടുത്തതായിട്ട് നമ്മൾ നിയമനിർമ്മാണ വിഭാഗത്തെ പറ്റിയിട്ടാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഈ പറഞ്ഞ നിയമനിർമ്മാണ വിഭാഗത്തിൽ ആരൊക്കെയാ വരുന്നത്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, ഇതൊക്കെയാണ്. അപ്പൊ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് എന്താണെന്നറിയോ? രാജ്യസഭയാണ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു സഭ തറവായിട്ട് പഠിച്ചാൽ മറ്റേ സഭ ഓട്ടോമാറ്റിക്കലി അതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഉപരിസഭ, രാജാവ് എപ്പോഴും ഉയർന്നാണ് ഇരിക്കുക. രാജാവ് എപ്പോഴും ഉപരി, എല്ലാവർക്കും ഉപരിയിലാണ് രാജാവിന്റെ സ്ഥാനം. അപ്പൊ എന്താ? ഉപരിസഭ എന്താണ്? രാജ്യസഭയാണ്. എല്ലാവർക്കും ഉപരിയാണ് രാജാവിന്റെ സ്ഥാനം. അപ്പൊ എന്താ? ഉപരിസഭ എന്ന് പറയുന്നത് രാജ്യസഭ. ഉപരി എന്താണ്? എല്ലാവർക്കും ഉപരി നിൽക്കുന്നയാള് രാജാവ്. അപ്പൊ ഉപരിസഭ രാജ്യസഭ. പിന്നെ അധോസഭ ഓട്ടോമാറ്റിക്കലി അപ്പൊ ലോക്സഭയാണ് നമുക്ക് മനസ്സിലാക്കാം. തെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ ഉപരിസഭ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭ. അധോസഭ എന്നറിയപ്പെടുന്നതോ ലോകസഭ. രാജ്യസഭയും ലോകസഭയും ഉള്ളതിനാൽ ഇന്ത്യൻ പാർലമെന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ രാജ്യസഭയും ലോക്സഭയും ഉള്ളതിനാൽ ഇന്ത്യൻ പാർലമെന്റ് അറിയപ്പെടുന്നത് എങ്ങനെയാണ്? എന്താണ്? ദ്വിമണ്ഡല, എന്താണ്, സോറി, ദ്വിതീയ അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല. അതിനർത്ഥം രണ്ട് എന്നാണ് കേട്ടോ. ദ്വിമണ്ഡല നിയമസഭ, സോറി, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് രാജ്യസഭയും ലോക്സഭയും ഉള്ളത് കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് അറിയപ്പെടുന്നത്. അപ്പോ നിയമനിർമ്മാണ വിഭാഗം, ഇന്ത്യയുടെ നിയമനിർമ്മാണ വിഭാഗം പാർലമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? ഇന്ത്യൻ പാർലമെന്റ്. ഉപരിസഭ എന്നറിയപ്പെടുന്നത് എന്താണ്? രാജ്യസഭ. ഞാൻ പറഞ്ഞു എല്ലാവരിലും ഉപരിയാണ് രാജാവ്. അപ്പൊ അതുകൊണ്ട് ഉപരിസഭ രാജ്യസഭ. അധോസഭ എന്നറിയപ്പെടുന്നത് ലോക്സഭ. ഇനി രാജ്യസഭയും ലോകസഭയും ഉള്ളതിനാൽ ഇന്ത്യൻ പാർലമെന്റ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് അറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമ്മൾ രാജ്യസഭയെ പറ്റിയിട്ടാണ് ആദ്യം പഠിക്കുന്നത് കേട്ടോ. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ എത്രയാണെന്നറിയോ? 238 അംഗങ്ങളോളമാണ് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ്? 238 പേരോളമാണ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളോ 12 അംഗങ്ങളോളമാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു എന്ത്? രാജ്യസഭ. രാജ്യസഭയെ സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് രാജ്യസഭയെ പറ്റിയിട്ട്. എന്താണ്? രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങൾ 238 അംഗങ്ങളോളം രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ എത്രയാണ്? 12 പേരാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു രാജ്യസഭയെ. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്നത് ഉപരാഷ്ട്രപതി. അടുത്ത നമുക്ക് ലോക്സഭയിലേക്ക് പോകാം. ലോക്സഭയിലാണെങ്കിൽ എത്രയാണ്? 543 പേരാണ് ലോകസഭയിൽ എന്താണ് ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്നത് കേട്ടോ. 543 പേരെയാണ് ജനങ്ങൾ നേരിട്ട് ലോക്സഭയിൽ തെരഞ്ഞെടുക്കുന്നത്. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ 2 പേരാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ലോക്സഭയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ലോക്സഭയിൽ അധ്യക്ഷ പദം വഹിക്കുന്നത് സ്പീക്കറാണ്. അപ്പോ എന്താണ് ലോക്സഭ? ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്. 543 അംഗങ്ങളോളം ജനങ്ങൾ നേരിട്ട് ലോക്സഭയിൽ തെരഞ്ഞെടുക്കുന്നു. നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങളാണെങ്കിലോ 2 പേരായിരിക്കും. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ലോകസഭയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ലോകസഭയിൽ അധ്യക്ഷ പദം വഹിക്കുന്നത് സ്പീക്കറുമാണ്. അടുത്ത് നമുക്ക് രാഷ്ട്രപതി. ഈ നിയമനിർമ്മാണ വിഭാഗത്തിലെ മറ്റൊരു ഘടകമാണ് എന്ത്? രാഷ്ട്രപതി.
നമ്മൾ രാജ്യസഭ പറഞ്ഞു, ലോക്സഭ പറഞ്ഞു, ഇനി രാഷ്ട്രപതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം കുറച്ച് പേര് ഇങ്ങനെ നിരത്തി ഇങ്ങനെ തരും, എങ്ങനെ എന്താണ് പ്രധാനമന്ത്രി, എന്താ പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് കുറെ എന്താണ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് ആരാന്ന് പറയുന്ന ചില ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവുമല്ലോ. അതിലെന്താ എന്താ പാർലമെന്റ് അംഗം, ഇതിൽ പാർലമെന്റ് അംഗമല്ലാത്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? രാഷ്ട്രപതിയാണ് അതിനുത്തരം. എക്സാമ്പിൾസ് ആയിട്ട് ഇങ്ങനെ ഓപ്ഷൻസിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, പിന്നെ ഉദ്യോഗസ്ഥ വൃന്ദം, അങ്ങനെ പലതും ഇങ്ങനെ തന്നിട്ടുണ്ടാവും, സ്പീക്കർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതില് എന്താണ് പാർലമെന്റ് അംഗമല്ലാത്തത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെന്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത്. അപ്പൊ രാഷ്ട്രപതി എങ്ങനെയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത്? പാർലമെന്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു എന്നറിയോ നിങ്ങൾക്ക്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയോ? ജവഹർലാൽ നെഹ്റു ആയിരുന്നു, അല്ലെ? ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ കാലാവധിയും 5 വർഷമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും എന്താണ്? രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. കാര്യനിർവഹണ അധികാരം എന്ന് പറയുമ്പോൾ ആരുടെയൊക്കെയാണ്? എന്താണ്? ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, പിന്നെ മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം, ഇവരുടെ ഒക്കെ അധികാരങ്ങൾ രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ് എന്നാണ് പറയുന്നത്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. അപ്പൊ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. അപ്പൊ ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്താണ്? ഇലക്ട്രൽ കോളേജ് ആണ്. രാഷ്ട്രപതി പാർലമെന്റ് അംഗമല്ല, എന്നാൽ അദ്ദേഹം പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെന്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമാകുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ കാര്യനിർവഹണ അധികാരങ്ങളും രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമാണ്. മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ചാണ് രാഷ്ട്രപതി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നത്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതോ ഇലക്ട്രൽ കോളേജ് ആണ്. ഇനി ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മൾ അറിയണ്ടേ? ലോക്സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുമാണ് ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ നമുക്ക് ഇപ്പൊ ഇതൊന്നുകൂടി പറഞ്ഞതിന് ശേഷം പറയാം. ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ് ലോകസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, രാജ്യസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ, സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. രാഷ്ട്രപതിയുടെ യോഗ്യതകൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതിയുടെ യോഗ്യതകൾ: ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭാംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതയും ഉണ്ടാകണം. ലോകസഭ ആകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ആർക്കുണ്ടാവണം? രാഷ്ട്രപതിക്ക് ഉണ്ടാകണം. അപ്പൊ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലോകസഭ അംഗമാകുന്നതിന് വേണ്ട എല്ലാ യോഗ്യതകളും ആർക്കുണ്ടാവണം? രാഷ്ട്രപതിക്ക് ഉണ്ടാകണം. രാഷ്ട്രപതിയുടെ ചുമതലകളാണ് ഇനി പറയാൻ പോകുന്നത്.
പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ. അപ്പൊ പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ. രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോക്സഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകലും ആരാണ്? രാഷ്ട്രപതിയാണ്. ആവശ്യമായി വന്ന രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കലും ആരുടെ ഇതാണ്? രാഷ്ട്രപതിയുടെ അധികാരത്തിൽ അല്ലെങ്കിൽ ചുമതലയിൽ പെടുന്നവയാണ്. അപ്പൊ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ? പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും നിയമിക്കൽ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയും ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കൽ, സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കൽ, രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെയും ലോകസഭയിലേക്ക് 2 അംഗങ്ങളെയും നാമനിർദ്ദേശം ചെയ്യുന്നു, പാർലമെന്റ് പാസാക്കിയ ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ആവശ്യമായി വന്നാൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കൽ. ഇതൊക്കെയാ. പിന്നെ വേറെണ്ണം കൂടിയുണ്ട്, ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ. ഇതൊക്കെയാണ് രാഷ്ട്രപതിയുടെ ചുമതലകൾ എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ ഉപരാഷ്ട്രപതിയെയാണ് പഠിക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്ര വർഷമാണ്? 5 വർഷമാണ്. ഉപരാഷ്ട്രപതിയുടെ കാലാവധി 5 വർഷമാണ്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും ഇലക്ട്രൽ കോളേജ് തന്നെയാണ് കേട്ടോ. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതും ഇലക്ട്രൽ കോളേജ് തന്നെയാണ്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ എത്രയാ പേര്? ആരൊക്കെയാണ്? രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളാണ്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങൾ. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുക, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക. ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുക, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുക. അപ്പോ ഉപരാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയായിരുന്നു ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതിയുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ട്രൽ കോളേജ് ആണ്. ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളാണ്. പിന്നെ ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ എന്തൊക്കെയായിരുന്നു? രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിക്കുകയാണ്, രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുക. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. നമുക്കിനി അടുത്തത് പാർലമെന്റിന്റെ ചുമതലകളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത് കേട്ടോ. പാർലമെന്റിന്റെ ചുമതലകൾ. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. നിയമനിർമ്മാണമാണ് എന്ത്? പാർലമെന്റിന്റെ പ്രധാന ചുമതല. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകൾ, നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. അപ്പൊ നിയമനിർമ്മാണമാണ് എന്ത്? പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് എന്ത്? നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിന്റെ കരട് രൂപം എന്താ? ബില്ല്. നിയമത്തിന്റെ കരട് രൂപം ബില്ലാണ്. ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം. അപ്പൊ ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏത് സഭയിലും ആദ്യം അവതരിപ്പിക്കാം എന്നാണ് പറയുന്നത്. ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭ അറിയപ്പെടുന്നത് 1-ാം സഭ എന്നും, ബില്ല് രണ്ടാമത് പരിഗണിക്കുന്ന സഭ സ്വാഭാവികമായിട്ടും എന്താണ്? 2-ാം സഭ എന്നാണ് അറിയപ്പെടുന്നത്. 2 സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ 2 സഭകളിലും ഈ പറയുന്ന സാധാരണ ഒരു ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ പാർലമെന്റിന്റെ ചുമതലകള്, നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ന് പറയുന്നത്. നിയമനിർമ്മാണത്തിന് പാർലമെന്റിന്റെ 2 സഭകളുടെയും അംഗീകാരം ആവശ്യമാണ്. ലോകസഭയും രാജ്യസഭയും വെവ്വേറെ സമ്മേളിച്ചാണ് നിയമനിർമ്മാണത്തിൽ പങ്കെടുക്കുന്നത്. നിയമത്തിന്റെ കരട് രൂപം എന്താണ്? ബില്ല്. നിയമത്തിന്റെ കരട് രൂപം ബില്ലാണ്. ഒരു സാധാരണ ബില്ല് പാർലമെന്റിന്റെ ഏതു സഭയിലും ആദ്യം അവതരിപ്പിക്കാം. ബില്ല് ആദ്യം പരിഗണിക്കുന്ന സഭ അറിയപ്പെടുന്നത് 1-ാം സഭ എന്നും, ബില്ല് രണ്ടാമത് പരിഗണിക്കുന്ന സഭ അറിയപ്പെടുന്നത് എന്താണ്? 2-ാം സഭ എന്നുമാണ്. 2 സഭകളിലും ബില്ല് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കണ്ടോ?
ബില്ല് ആദ്യം ഒന്നാം സഭ, രണ്ടാം സഭ, മൂന്നാം സഭ. പിന്നെന്താ, രണ്ടാം സഭയിലേക്ക് പോകുന്നു. അവിടുന്ന് കണ്ടോ, ഇങ്ങനെ ആരോ മാർക്ക് കണ്ടില്ലേ, നേരെ തിരിഞ്ഞ് വീണ്ടും ഒന്നാം സഭ, രണ്ടാം സഭ, മൂന്നാം സഭ, പ്രസിഡന്റിന്റെ അംഗീകാരം. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ ബില്ല് എങ്ങനെയാണ്? ആദ്യം ബില്ല് ഒരു സാധാരണ ബില്ല് അവതരിപ്പിക്കുന്നു. ആ ബില്ല് ആദ്യം ഒന്നാം സഭ, ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന, ഇങ്ങനെ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായനയിലേക്ക് പോയിട്ട് പിന്നെ രണ്ടാം സഭയിൽ എത്തിയിട്ട് അവിടെയും ഈ പറഞ്ഞ മാതിരി ഒന്നാം വായനയും രണ്ടാം വായനയും മൂന്നാം വായനയും കഴിഞ്ഞിട്ടാണ് പ്രസിഡന്റിന്റെ അംഗീകാരത്തിലേക്ക് ചെല്ലുന്നത്. മനസ്സിലായില്ലേ? ഈ ഒരു നിലയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോ ഇനി അടുത്ത നമ്മള് ബില്ല് നിയമമാകുന്ന വിവിധ ഘട്ടങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലാണ് ഈ പറയുന്ന ഒന്നാം വായന. ഈ ഒന്നാം വായന എന്ന് പറഞ്ഞാൽ ബില്ല് അവതരിപ്പിക്കുന്നു, അതാണ് ഒന്നാം വായനയിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാം വായന എന്ന് പറഞ്ഞാൽ ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. അപ്പൊ രണ്ടാം വായനയിൽ എന്താണ് ചെയ്യുന്നത്? ബില്ലിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായനയിൽ ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഇതാണ് മൂന്നാം വായനയിൽ നടക്കുന്നത്. അതില് ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാല്, അതായത് ഈ പറയുന്ന ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭ അധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. രണ്ടാം സഭയിലും ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നീ 3 ഘട്ടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. രണ്ടാം സഭയിലും എന്താ, ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നീ 3 ഘട്ടങ്ങളുണ്ട്. ബില്ല് 2 സഭകളിലും പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. അതാണ് പ്രസിഡന്റിന്റെ അംഗീകാരം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ബില്ല് പാസ്സാക്കുന്നത്. എങ്ങനെയാണ്? ആദ്യം ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, പിന്നെ അത് ഒന്നാം സഭയില് അത് ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായനയിലൂടെ കടന്നു പോയിട്ട് പിന്നെ രണ്ടാം സഭയിൽ എത്തിച്ചേർന്ന് അവിടെയും ഈ പറഞ്ഞ പോലെ ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായനയിലൂടെ കടന്നു പോയിട്ട് പിന്നെയാണ് പ്രസിഡന്റിന്റെ അംഗീകാരത്തിലേക്ക് ചെല്ലുന്നത്. അതായത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിലേക്ക് ഇത് ചെല്ലുന്നത്. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോട് കൂടിയിട്ട് ആ ബില്ല് പ്രാബല്യത്തിൽ വരുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ഒരു സംഭവം നടക്കുന്നത് കേട്ടോ. അപ്പൊ ബില്ല് നിയമമാകുന്ന വിവിധ ഘട്ടങ്ങളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അതിൽ ഒന്നാം വായന എന്ന് പറയുന്നത് എന്താണ്? ബില്ല് അവതരിപ്പിക്കുന്നു. രണ്ടാം വായനയോ? ബില്ല് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഓരോ വകുപ്പും പ്രത്യേകം ചർച്ച ചെയ്ത് പാസ്സാക്കുകയോ മാറ്റം വരുത്തുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. മൂന്നാം വായനയോ? ബില്ല് മൊത്തമായി പാസ്സാക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നു. ഒന്നാം സഭ പാസ്സാക്കി കഴിഞ്ഞാൽ സഭ അധ്യക്ഷന്റെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രണ്ടാം സഭയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. രണ്ടാം സഭയിലും ഒന്നാം വായന, രണ്ടാം വായന, മൂന്നാം വായന എന്നീ 3 ഘട്ടങ്ങളുണ്ട്. ബില്ല് 2 സഭകളും പാസ്സാക്കി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ ബില്ല് നിയമമായി മാറുന്നു. ഇത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പാർലമെന്റ് സമ്മേളനങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. എങ്ങനെ? പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 തവണയാണ് കേട്ടോ. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് എത്ര തവണയാണ്? 3 തവണയാണ്. എങ്ങനെ? വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം. എങ്ങനെയാണ് പാർലമെന്റ് സമ്മേളിക്കുന്നത് കേട്ടോ? വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം, അങ്ങനെ മൊത്തത്തിൽ 3 തവണ. രാജ്യസഭ ചില സാഹചര്യങ്ങൾ 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട്. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങളിൽ വരെ ചേരാറുണ്ട് എന്നാണ് പറയുന്നത്. എക്സ്ക്യൂസ് മീ. പാർലമെന്റ് സമ്മേളനങ്ങളാണ്. പാർലമെന്റിന്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാകരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിക്കുന്നത് 3 തവണയാണ്. 1 വർഷകാല സമ്മേളനം, 2 ശീതകാല സമ്മേളനം, 3 വേനൽക്കാല സമ്മേളനം. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ വരെ ചേരാറുണ്ട് എന്നാണ് പറയുന്നത്.
അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. ഈ പറയുന്ന രണ്ട് സഭകളിലും ബില്ലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുകയാണ് ചെയ്യാറ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി ആയിരിക്കും കേട്ടോ. പാർലമെന്റിന്റെ ഈ പറയുന്ന രണ്ട് സഭകൾക്കും എതിർപ്പുണ്ടെങ്കിൽ ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി ആയിരിക്കും. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറുമായിരിക്കും. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് ലോകസഭാ സ്പീക്കറും. അപ്പൊ രണ്ട് സഭകൾക്കിടയിൽ ബില്ലിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നതോ ലോകസഭാ സ്പീക്കറുമാണ്. അടുത്ത നമുക്ക് ചോദ്യോത്തര വേളയെ പറ്റിയിട്ട് പഠിക്കാം. എന്താണ് ചോദ്യോത്തര വേള? പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയിലൂടെയാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എങ്ങനെ പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത്? ചോദ്യോത്തര വേളകളിലൂടെയാണ്. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതോ 11 മണിക്കാണ് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത്. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നത് എത്ര മണിക്കാണ്? 11 മണിക്ക്. 12 മണിക്ക് ചോദ്യോത്തര വേള അവസാനിക്കും. 12 മണിക്ക് ചോദ്യോത്തര വേള അവസാനിക്കും. 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം എന്നാണ് പറയുന്നത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ്. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ് പറയുന്നത്. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്നത് ഈ ഒരു സമയക്രമത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പൊ എന്താണ് ചോദ്യോത്തര വേള? പാർലമെന്റിലെ ഒരു ദിവസത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ചോദ്യോത്തര വേളയിലൂടെയാണ്. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതോ 11 മണിക്കാണ്. 12 മണിക്ക് ചോദ്യോത്തര വേള അവസാനിക്കും. 1 മണിക്കൂർ ഭരണപരമായ ഏത് വിഷയത്തിലും അംഗങ്ങൾക്ക് ചോദ്യം ഉന്നയിക്കാം. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ്. സംസ്ഥാന നിയമസഭകൾ സമ്മേളിക്കുന്ന സമയക്രമം ഇതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. ഇനി അടുത്തത് നമ്മൾ ശൂന്യവേള എന്താണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. എന്താണ് ശൂന്യവേള? ചോദ്യോത്തര വേളകൾക്കു ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിനുമുള്ള ചെറിയ സമയം ശൂന്യവേള എന്നറിയപ്പെടുന്നു. എന്താണ് ശൂന്യവേള? ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിനുമുള്ള ചെറിയ സമയം ശൂന്യവേള എന്നറിയപ്പെടുന്നു. സമയം 12 മണിയാകുന്നതിനാലാണ് ശൂന്യവേള എന്ന പേരിൽ അറിയപ്പെടുന്നത്. സമയം 12 മണിയാകുന്നതിനാലാണ് ശൂന്യവേള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ശൂന്യവേള സമയത്തായിരിക്കും. അടിയന്തര പ്രമേയവും ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ശൂന്യവേള സമയത്തായിരിക്കും. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടാവും. അപ്പൊ ശൂന്യവേളയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് എത്രയാണ്? 5 മുതൽ 15 മിനിറ്റ് വരെയാണ് ശൂന്യവേളയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. അപ്പൊ ശൂന്യവേള ചോദ്യോത്തര വേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ചെറിയ സമയം ശൂന്യവേള എന്നറിയപ്പെടുന്നു. സമയം 12 മണി ആയതിനാലാണ് ശൂന്യവേള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വരുന്നത് ശൂന്യവേള സമയത്തായിരിക്കും. ശൂന്യവേള 5 മുതൽ 15 മിനിറ്റ് വരെ ദൈർഘ്യം ഉണ്ടാകും. അടുത്ത നമുക്ക് ധനബില്ലാണ് പഠിക്കാനുള്ളത് കേട്ടോ. ധനബില്ല് പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില്ല് എന്ന് പറയുന്നത്. പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലിന് അറിയപ്പെടുന്നത് ധനബില്ല് എന്നാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് ലോകസഭയിലാണ്. അപ്പൊ ധനബില്ല് അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രാജ്യസഭയിലേക്ക് അയക്കുന്നു. ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സാക്ഷ്യപത്രത്തോട് കൂടിയിട്ട് ബില്ല് എങ്ങോട്ട് അയക്കുന്നു? രാജ്യസഭയിലേക്ക് അയക്കുന്നു. ധനബില്ല് ലഭിച്ച് 14 ദിവസത്തിനകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോകസഭയിലേക്ക് ബില്ല് തിരിച്ചയക്കേണ്ടതാണ്. ഇപ്പൊ ധനബില്ല് ലഭിച്ച് 14 ദിവസത്തിനകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം
ലോക്സഭയിലേക്ക് ബില്ല് എന്താണ് തിരിച്ചയക്കേണ്ടതാണ്. അപ്പൊ എന്താണ് ധനബില്ല്? പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണം, പണത്തിന്റെ വിനിയോഗം എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലാണ് ധനബില്ല്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം ഒരു ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. ലോകസഭ പാസാക്കി കഴിഞ്ഞാൽ ധനബില്ലാണെന്ന സ്പീക്കറുടെ സാക്ഷ്യപത്രത്തോടെ ബില്ല് രാജ്യസഭയിലേക്ക് അയക്കുന്നു. ധനബില്ല് ലഭിച്ച 14 ദിവസത്തിനകം രാജ്യസഭ നിർദ്ദേശങ്ങൾ സഹിതം ലോക്സഭയിലേക്ക് ബില്ല് തിരിച്ചയക്കേണ്ടതാണ്. ഇനി പാർലമെന്റിന്റെ മറ്റ് ചുമതലകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാർലമെന്റിന്റെ മറ്റ് ചുമതലകൾ. പാർലമെന്റിന്റെ മറ്റ് ചുമതലകൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കലാണ്. കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ കേട്ടോ. പാർലമെന്റിന്റെ മറ്റ് ചുമതലകൾ ആദ്യത്തേത് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. അതെന്താണ്? ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. അപ്പോ പാർലമെന്റിലെ മറ്റു ചുമതലകളിലെ ആദ്യത്തെ ഒന്നാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. എന്തൊക്കെയാണ്? ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. പിന്നെ രണ്ടാമത് തെരഞ്ഞെടുപ്പ് ചുമതലയാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് ചുമതല? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ്. പിന്നെ വരുന്നത് ഭരണഘടനാ ഭേദഗതിയാണ്. അതെന്താണ് പറയുന്നത്? ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. അപ്പൊ ഇതൊക്കെയാണ് പാർലമെന്റിന്റെ മറ്റു ചുമതലകൾ എന്ന് പറയുന്നത്. എന്താണ്? ഒന്നാണ് കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ. എന്തൊക്കെയാണ്? ചോദ്യങ്ങൾ ഉന്നയിക്കൽ, ബില്ലുകളും പ്രമേയങ്ങളും ചർച്ച ചെയ്യൽ, അവിശ്വാസ പ്രമേയം അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യൽ. തെരഞ്ഞെടുപ്പ് ചുമതല എന്ന് പറയുന്നതോ? തെരഞ്ഞെടുപ്പ് ചുമതല എന്ന് പറയുന്ന രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരുടെ തെരഞ്ഞെടുപ്പ്, ഭരണഘടനാ ഭേദഗതി, ഭരണഘടനാ വകുപ്പുകളിൽ കാലാനുസൃതമായ മാറ്റം വരുത്തൽ. അടുത്ത നമ്മൾ സംസ്ഥാന നിയമനിർമ്മാണ സഭയെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. എങ്ങനെ? ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകൾ ഉണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയായിരിക്കും. എങ്ങനെ? സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയായിരിക്കും. ഒരു സഭ മാത്രമുള്ളൂ നിയമനിർമ്മാണ സഭ, ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് കേട്ടോ. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് എന്താണ്? ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. 2 സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. അപ്പൊ 2 സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നും, ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നുമാണ്. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കുന്നു. അപ്പൊ ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ എന്താണ്? 2 സഭകളുണ്ട്. അപ്പൊ അത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ് അപ്പൊ അറിയപ്പെടുന്നത്. അതില് അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കുന്നു. അപ്പൊ സംസ്ഥാന നിയമനിർമ്മാണ സഭ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നിയമനിർമ്മാണ സഭകളുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഒരു സഭ മാത്രമുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നത് ഏകമണ്ഡല നിയമനിർമ്മാണ സഭ എന്നാണ്. 2 സഭകളുള്ള നിയമനിർമ്മാണ സഭ അറിയപ്പെടുന്നതോ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന്. ബീഹാർ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ 2 സഭകളുണ്ട്. അധോസഭയെ നിയമനിർമ്മാണം എന്നും അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കുന്നു. ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അധോസഭ എന്ന് പറയുന്നത് എന്താണ്? ലോകസഭ. ഉപരിസഭ എന്ന് പറയുന്നത് എന്താണ്? രാജ്യസഭ. അപ്പൊ ഇവിടെ ഈ പറയുന്ന 2 സഭകൾ ഉള്ളിടത്ത് ഈ അധോസഭയെ നിയമസഭ എന്നും ഉപരിസഭയെ നിയമസമിതി എന്നും വിളിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് കേട്ടോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കാര്യനിർവഹണ വിഭാഗത്തെ പറ്റിയിട്ടാണ്. നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. എങ്ങനെ? നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെ കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. ഇതിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണം
വിഭാഗമുണ്ട്. എങ്ങനെ? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം, സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങുന്നതാണ് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇവർ അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ് കേട്ടോ. ഇപ്പൊ രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തെരഞ്ഞെടുക്കപ്പെടുന്നവരായതുകൊണ്ട് ഇവരെ പറയുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ്. ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരായതുകൊണ്ട് അവർ അറിയപ്പെടുന്നത് സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്നാണ്. അപ്പൊ എങ്ങനെ? രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളായതുകൊണ്ട് ഇവർ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ അവരുടെ യോഗ്യതയ്ക്ക് അടിസ്ഥാനമാക്കിയാണ് നിയമിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ കാര്യനിർവഹണ വിഭാഗം ഇതിലെ നിയമങ്ങൾ നടപ്പിലാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 2 തലങ്ങളിലുള്ള കാര്യനിർവഹണ വിഭാഗമുണ്ട്. ഒന്ന് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗവും 2 സംസ്ഥാന കാര്യനിർവഹണ വിഭാഗവും. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉദ്യോഗസ്ഥ വൃന്ദവും അടങ്ങിയതാണ് എന്ത്? കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും തെരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇവർ അറിയപ്പെടുന്നത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്നാണ്. ഉദ്യോഗസ്ഥർ യോഗ്യതയെ അടിസ്ഥാനമാക്കി നിയമിക്കപ്പെടുന്നവരായതുകൊണ്ട് അവർ അറിയപ്പെടുന്നത് സ്ഥിരകാര്യ നിർവഹണ വിഭാഗം എന്നാണ്. എക്സ്ക്യൂസ് മീ. ഇനി നമ്മൾ കേന്ദ്ര മന്ത്രിസഭയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതാ ഇവിടെ കേന്ദ്ര മന്ത്രിസഭയെ പറ്റിയിട്ട് പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല, സഹമന്ത്രിമാര്. പ്രധാനമന്ത്രിയാണ് ഏറ്റവും മുകളിൽ. പിന്നെ രണ്ടാമത് വരുന്നത് ആരാണ്? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ക്യാബിനറ്റ് മന്ത്രിമാർ ചെയ്യുന്നത് എന്താണ്? വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയാണ്. സഹമന്ത്രിമാർ എന്താണ് ചെയ്യുന്നത്? ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നു. അതായത് ഈ മുകളിൽ പറഞ്ഞ ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നത് സഹമന്ത്രിമാരാണ്. പിന്നെ ഉപമന്ത്രിമാര് ഇവരെന്താ ചെയ്യുന്നത്? വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. അപ്പൊ ഈ ഗ്രാഫ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച്. കേന്ദ്ര മന്ത്രിസഭയിൽ ഇങ്ങനെയാണ് ഭരണം നിർവഹിക്കുന്നത്. ഒന്ന് ആദ്യം പ്രധാനമന്ത്രിയുടെ തൊട്ട് താഴെ ആരാണ് വരുന്നത്? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. വകുപ്പുകളുടെ സ്വാതന്ത്ര്യ ചുമതലയാണ് ക്യാബിനറ്റ് മന്ത്രിമാർ നിർവഹിക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ സഹമന്ത്രിമാര് വരുന്നു. അവരെന്താണ് ചെയ്യുന്നത്? ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉപമന്ത്രിമാർ ചെയ്യുന്നത് എന്താണ്? വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. ഇനി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. കണ്ടോ? പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് എന്ത്? കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് എന്ത്? കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിമാരും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് എന്ത്? കേന്ദ്ര മന്ത്രിസഭ. ഇതിൽ ക്യാബിനറ്റ് മന്ത്രിമാർ ചെയ്യുന്നത് എന്താണ്? വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു. സഹമന്ത്രിമാരെന്താ ചെയ്യുന്നത്? ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നു. ഉപമന്ത്രിമാരോ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. അപ്പൊ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയിൽ നിക്ഷിപ്തമായിട്ടുള്ള എല്ലാ ചുമതലകളും യഥാർത്ഥത്തിൽ വിനിയോഗിക്കുന്നത് മന്ത്രിസഭയാണ്. പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും സഹമന്ത്രിമാരും ഉപമന്ത്രിമാരും അടങ്ങുന്നതാണ് എന്ത്? കേന്ദ്ര മന്ത്രിസഭ. ഇതില് ക്യാബിനറ്റ് മന്ത്രിമാർ എന്താണ്? വകുപ്പുകളുടെ ചുമതല വഹിക്കുന്നു.
സഹമന്ത്രിമാര് ക്യാബിനറ്റ് മന്ത്രിമാരെ സഹായിക്കുന്നു. ഉപമന്ത്രിമാരോ വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മറ്റു മന്ത്രിമാരെ സഹായിക്കുന്നു. അടുത്ത നമ്മൾ പ്രധാനമന്ത്രിയെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. എങ്ങനെ? ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രധാനമന്ത്രി? ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ കക്ഷിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ ആയിരിക്കും പ്രധാനമന്ത്രിയായി നിയമിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആയിരുന്നു ജവഹർലാൽ നെഹ്റു. പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ എന്താ നോക്കാം നമുക്ക്. ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുക, ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. അപ്പൊ എന്തൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ? ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷം വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഒന്നുകൂടി നോക്കണം. ലോകസഭയുടെ നേതാവായി പ്രവർത്തിക്കുന്നു, ക്യാബിനറ്റ് മീറ്റിംഗുകളിൽ അധ്യക്ഷത വഹിക്കുന്നു, മന്ത്രിസഭയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നു, മന്ത്രിസഭാ തീരുമാനങ്ങൾ രാഷ്ട്രപതിയെ അറിയിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ മുഖ്യ ചുമതലകൾ എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗമാണ് പഠിക്കാനുള്ളത്. സംസ്ഥാന തല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണർ ആണ് കേട്ടോ. സംസ്ഥാന തല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ ആണ്. സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയാണ്. സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം മുഖ്യമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭയാണ്. അപ്പൊ സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം സംസ്ഥാനതല കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? ഗവർണർ. നമ്മുടെ ഇവിടെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. സംസ്ഥാനങ്ങളിലെ യഥാർത്ഥ കാര്യനിർവഹണ വിഭാഗം മുഖ്യമന്ത്രി തലവനായ മന്ത്രിസഭയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തലവനായിട്ടുള്ള മന്ത്രിസഭയാണ്. ഇനി ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം, ജുഡീഷ്യറി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം എന്ന് പറയുന്നത്. എങ്ങനെ? തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുകയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. എങ്ങനെ? കുറ്റവാളികൾക്ക് ശിക്ഷ നൽകിയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. അപ്പൊ നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് ആരാണ്? നീതിന്യായ വിഭാഗമാണ്. അപ്പൊ എന്താണ് ഇന്ത്യയിലെ നീതിന്യായ വിഭാഗം? തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. കുറ്റവാളികൾക്ക് ശിക്ഷ നൽകുകയും നിരപരാധികളെ സംരക്ഷിച്ചും കോടതികൾ നീതി നടപ്പിലാക്കുന്നു. നിയമനിർമ്മാണ വിഭാഗം പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നത് നീതിന്യായ വിഭാഗമാണ്. അടുത്തതായിട്ട് സുപ്രീം കോടതി. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് എന്ത്? സുപ്രീം കോടതി. സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുണ്ട്. സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവൻ എന്താണ്? അധികാര പരിധിയുണ്ട്. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിൽ ഉള്ളത് കേട്ടോ. അപ്പൊ നിലവിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരാണ് എന്ത്? സുപ്രീം കോടതിയിൽ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാന്നറിയോ നിങ്ങൾക്ക്? H.J. കനിയ ആയിരുന്നു കേട്ടോ. H.J. കനിയ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ്. H.J. കനിയ. ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ജഡ്ജിമാരെ നിയമിക്കുന്നത്. അപ്പൊ സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ്. സുപ്രീം കോടതിക്ക് ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുണ്ട്. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും അടങ്ങുന്നതാണ് സുപ്രീം കോടതി. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 34 ജഡ്ജിമാരാണ് സുപ്രീം കോടതിയിലുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? H.J. കനിയ. പിന്നെ ജഡ്ജിമാരെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അടുത്തത് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകളാണ് കേട്ടോ. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ,
കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ, ഇതൊക്കെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകൾ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ, ഭരണഘടനാ വകുപ്പുകളുടെ വ്യാഖ്യാനം ആവശ്യമായ കേസുകൾ, സംസ്ഥാന ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ കേസുകൾ. ഇതൊക്കെയാണ് സുപ്രീം കോടതി പരിഗണിക്കുന്ന കേസുകൾ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് ഹൈക്കോടതിയെ പറ്റിയിട്ട് പഠിക്കാം. സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ്? ഹൈക്കോടതിയാണ്. സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്ന കേസുകളാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റ് ജഡ്ജിമാരെയും നിയമിക്കുന്നതും രാഷ്ട്രപതി തന്നെയാകുന്നു. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നതും ഏതാണ്? ഹൈക്കോടതിയാണ്. അപ്പോ ഹൈക്കോടതിയെ പറ്റിയിട്ട് എന്താണ്? സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതിയാണ്. സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ഹൈക്കോടതിയാണ്. ജില്ലാ കോടതികളുടെയും കീഴ്ക്കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നതും എന്താണ്? ഹൈക്കോടതികളാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെയും മറ്റു ജഡ്ജിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അടുത്തത് നമുക്ക് ഹൈക്കോടതികളുടെ അധികാരം എന്താ നോക്കാം. മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിശോധിക്കൽ, അപ്പീൽ പരിഗണിക്കലാണ് കേട്ടോ. സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ, ഇതൊക്കെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഹൈക്കോടതിയുടെ അധികാരങ്ങൾ? മൗലികാവകാശങ്ങളുടെ ലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കൽ, സിവിലും ക്രിമിനലുമായ കേസുകളിൽ കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീൽ പരിഗണിക്കൽ, സംസ്ഥാന നിയമസഭ പാസാക്കുന്ന നിയമങ്ങൾ വ്യാഖ്യാനിക്കൽ. അടുത്ത നമുക്ക് ജില്ലാ കോടതിയെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. എക്സ്ക്യൂസ് മീ. ജില്ലാ കോടതി. ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ആരാണ്? ജില്ലാ കോടതികളാണ്. ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നത് ജില്ലാ കോടതികളാണ്. പിന്നെ കീഴ്ക്കോടതികള്, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളിക്കുന്നതാണ് എന്ത്? കീഴ്ക്കോടതികൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കീഴ്ക്കോടതികള്? ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നത് സബ് കോടതികളും മുനിസിപ്പൽ കോടതികളും മജിസ്ട്രേറ്റ് കോടതികളുമാണ് കേട്ടോ. അപ്പൊ താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നത് സബ് കോടതികളും മുനിസിപ്പൽ കോടതികളും മജിസ്ട്രേറ്റ് കോടതികളുമാണ്. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുന്നത് കീഴ്ക്കോടതികളാണ് കേട്ടോ. സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുന്നതും കീഴ്ക്കോടതികളാണ്. ഇപ്പൊ ജില്ലാ കോടതി എന്താണ്? ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നതാണ് ജില്ലാ കോടതികളാണ്. പിന്നെ കീഴ്ക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് കീഴ്ക്കോടതികൾ. താലൂക്ക് തലത്തിലുള്ള കേസുകൾ പരിശോധിക്കുന്നത് സബ് കോടതികൾ, മുനിസിപ്പൽ കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികളാണ്. പിന്നെ സിവിൽ കേസുകളിലും ക്രിമിനൽ കേസുകളിലും തീർപ്പ് കൽപ്പിക്കുന്നത് കീഴ്ക്കോടതികളാണ്. അടുത്ത നമുക്ക് ലോക് അദാലത്ത്, അതെന്താണെന്ന് നോക്കാം. ലോക് അദാലത്ത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? ലോക് അദാലത്ത് എന്ന് പറയുന്നത്. എന്താണ് ലോക് അദാലത്ത്? സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്ന വാക്കിനർത്ഥം എന്താണെന്നറിയോ? ജനങ്ങളുടെ കോടതി എന്നാണ് ലോക് അദാലത്ത് എന്ന വാക്കിനർത്ഥം. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത്. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് എന്ത്? ലോക് അദാലത്ത്. കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. എങ്ങനെയാണ്? കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം.
കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. ലോക് അദാലത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാല് കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക. ലോക് അദാലത്തിന്റെ ലക്ഷ്യം എന്താണ്? കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക. ഇപ്പൊ ലോക് അദാലത്ത് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള നടപടികളിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? ലോക് അദാലത്ത്. ലോക് അദാലത്ത് എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ കോടതി എന്നാണ്. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണ് ലോക് അദാലത്ത്. കക്ഷികൾക്ക് താല്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പുകളിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. പിന്നെ ലോക് അദാലത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക. അപ്പൊ ഇതൊക്കെയാണ് ലോക് അദാലത്തിനെ പറ്റിയിട്ടുള്ള ഫാക്ട്സ് എന്ന് പറയുന്നത്. ഇതോട് കൂടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററും തീർന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ചാപ്റ്ററും കൂടെ നമുക്ക് എടുക്കാനുണ്ട് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഭൂപടങ്ങൾ വായിക്കാം. ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ നോക്കി പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ്. 6ാമത്തെ ചാപ്റ്റർ ആണ് എന്ത്? ഭൂപടങ്ങൾ വായിക്കാം. ഭൂപടങ്ങൾ വായിക്കാം എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. ആദ്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്, യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് നയതന്ത്ര കാര്യാലയം നാറ്റോയുടെ ബോംബാക്രമണത്തിൽ തകർന്നത് ഏത് വർഷമാണെന്നറിയോ? 1999 മെയ് 7-ാം തീയതിയാണ്. ഇത് അധികം ആരും കേട്ട് പരിചയമില്ലാത്ത ഒരു ഫാക്റ്റ് ആണ്. ഈ ഒരു ഫാക്റ്റ് പറഞ്ഞുകൊണ്ടാണ് എന്ത്? ഭൂപടങ്ങൾ വായിക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ. യൂഗോസ്ലാവിയയിലാണ് നമ്മുടെ മദർ തെരേസ ജനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് നയതന്ത്ര കാര്യാലയം നാറ്റോയുടെ ബോംബാക്രമണത്തിൽ തകർന്നത് 1999 മെയ് 7-ാം തീയതിയാണ്. ഇനി വിവിധ തരം ഭൂപടങ്ങളാണ്. ഏതൊക്കെ തരം ഭൂപടങ്ങൾ ഉണ്ട് എന്നറിയോ? രാഷ്ട്രീയ ഭൂപടം, ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, സൈനിക ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം. അങ്ങനെ ഇത്രയും ഭൂപടങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ് വിവിധ തരം ഭൂപടങ്ങൾ? രാഷ്ട്രീയ ഭൂപടം, ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, സൈനിക ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം. ഇനി ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്താണെന്നറിയോ? ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, വാന നിരീക്ഷണത്തിന്, കാലാവസ്ഥാ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന്, ഇതിനൊക്കെയാണ് എന്ത്? ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്. എന്തിനൊക്കെയാണ് ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നത്? ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, വാന നിരീക്ഷണത്തിന്, കാലാവസ്ഥാ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് തീമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ്. ഭൂമിയിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് എന്ത്? ഭൂപടങ്ങൾ. ഭൂമിയിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധി ഏതാണ്? ഭൂപടങ്ങളാണ്. അപ്പോ ഭൂപടത്തിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് എന്താണ്? യൂഗോസ്ലാവിയയിലെ ബെൽഗ്രേഡിലുള്ള ചൈനീസ് നയതന്ത്ര കാര്യാലയം നാറ്റോയുടെ ബോംബാക്രമണത്തിൽ തകർന്നത് 1999 മെയ് 7-ാം തീയതിയാണ്. വിവിധ തരം ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? രാഷ്ട്രീയ ഭൂപടം, ചരിത്ര ഭൂപടം, ഭൂവിനിയോഗ ഭൂപടം, സൈനിക ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം. ഭൂപടങ്ങളുടെ ഉപയോഗങ്ങളാണ് ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന്, വാന നിരീക്ഷണത്തിന്, കാലാവസ്ഥാ പഠനങ്ങൾക്ക്, സൈനിക ആവശ്യങ്ങൾക്ക്, രാജ്യാതിർത്തികൾ മനസ്സിലാക്കുന്നതിന്, ചരിത്ര പഠനത്തിന്. അടുത്ത നമുക്ക് പിന്നെ പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്?
തിമാറ്റിക് ഭൂപടങ്ങൾ എന്നാണ്. ഭൂമിയിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഭൂപടങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് ഭൂപടങ്ങളെ തരംതിരിക്കാം. എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ എന്നും രണ്ട് സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ തരംതിരിക്കാം? ഭൗതിക ഭൂപടങ്ങൾ എന്നും സാംസ്കാരിക ഭൂപടങ്ങൾ എന്നും. എന്താണ് ഭൗതിക ഭൂപടങ്ങൾ? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്ത്? ഭൗതിക ഭൂപടങ്ങൾ. എന്താണ് ഭൗതിക ഭൂപടങ്ങൾ? ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. എന്താണ് സാംസ്കാരിക ഭൂപടങ്ങൾ? കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് എന്ത്? സാംസ്കാരിക ഭൂപടങ്ങൾ. സാംസ്കാരിക ഭൂപടങ്ങൾ എന്താണ്? കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. അപ്പോ ഭൂപടങ്ങളെ തരംതിരിക്കുമ്പോൾ ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ഭൗതിക ഭൂപടങ്ങളെന്നും രണ്ട് സാംസ്കാരിക ഭൂപടങ്ങളെന്നും. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ. പിന്നെ കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് സാംസ്കാരിക ഭൂപടങ്ങൾ. ഇനി നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം എന്നാണ്. എങ്ങനെ? ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിന്റെ അടിസ്ഥാനത്തില് ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. മറ്റേത് ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇതാണെങ്കിൽ തോതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പറയുന്നത്. അതായത് ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടങ്ങൾ എന്നുമാണ് തോതിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്നത്. എങ്ങനെ? ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടങ്ങൾ എന്നും. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളെ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും വലിയ തോത് ഭൂപടങ്ങളായിരിക്കും. അല്ല കേട്ടോ, ചെറിയ തോത് ഭൂപടങ്ങളാണ്. അതായത് വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങളാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾക്കിപ്പം ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതെന്താ ചെയ്യുന്നത്? ചെറിയ ചെറിയ അക്ഷരങ്ങളാക്കി നല്ലോണം സ്പേസ് തികച്ചാണ് നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നത്, അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ എഴുതാൻ ശ്രമിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പേപ്പറുകൾ അധികമായിട്ട് വരേണ്ടതായിട്ടുള്ള ആവശ്യം. അപ്പൊ അതല്ല, വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയാൻ കാരണം വലിയ വലിയ കാര്യങ്ങൾ എന്താണ് മാക്സിമം ചെറുതാക്കി എഴുതാൻ ശ്രമിക്കുക എന്നുള്ള ഒരു ഫാക്ട് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. എങ്ങനെ? വലിയ വലിയ കാര്യങ്ങൾ മാക്സിമം ചെറുതാക്കി എഴുതാൻ ശ്രമിക്കുക. അപ്പം അതെന്താണ്? വലിയ വലിയ കാര്യങ്ങൾ ചെറുതാക്കി എഴുതാൻ ശ്രമിക്കുന്നതുകൊണ്ട് ചെറിയ തോത് ഭൂപടങ്ങൾ. അപ്പൊ ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടങ്ങളൊക്കെ. അറ്റ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറ്റ്ലസിൽ എന്താണ് ഈ ലോകത്തുള്ള രാജ്യങ്ങളുടെ എല്ലാ ഭൂപടങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്താ ഒരു ചെറിയ ബുക്കായിട്ടല്ലേ ഇറക്കിയിട്ടുള്ളത്. അപ്പോ എന്താണ് വലിയ കാര്യങ്ങൾ ചെറുതാക്കി പ്രസിദ്ധീകരിക്കുന്നതിന് എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നു. എന്നാൽ ചെറിയ ഭൂപടങ്ങളുടെ വിശദമായ വിവരങ്ങൾ ചിത്രീകരിച്ചിട്ടുള്ളത് എവിടെയാണ്? വലിയ തോത് ഭൂപടങ്ങളിലാണ്. ചെറിയ ഭൂപ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളാണ്. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കാഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും. അപ്പൊ വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണം ഏതാണ്? കാഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും. അപ്പൊ എന്താണ് ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടങ്ങൾ എന്നും. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങൾ ചെറിയ തോത് ഭൂപടങ്ങളാണ്. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. വലിയ വലിയ കാര്യങ്ങളെ മാക്സിമം ചെറുതാക്കി രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നു.
അങ്ങനെ ചിന്തിച്ചാൽ എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് കിട്ടും. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? അറ്റ്ലസ് ഭൂപടവും ചുമർ ഭൂപടങ്ങളും. ഇനി ചെറിയ പ്രദേശങ്ങളുടെ വിശദാംശം, ചെറിയ കാര്യങ്ങൾ എന്താ മാത്സ് നമുക്ക് ചുരുക്കേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയ കാര്യങ്ങൾ വലിയൊരു ക്യാൻവാസ് കിട്ടി അത് വലുതായിട്ട് തന്നെ കിടന്നോട്ടെ. അപ്പൊ ചെറിയ ഭൂപ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. ഈ രണ്ടിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ചെറുത് വലുതും വലുത് ചെറുതുമാണ്. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കഡസ്ട്രൽ ഭൂപടവും ധരാതലീയ ഭൂപടവും. എന്താണ് കഡസ്ട്രൽ ഭൂപടം? കഡസ്ട്രൽ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നുമാണ്. കഡസ്ട്രൽ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് കഡസ്ട്രൽ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. കഡസ്റ്റർ എന്ന വാക്കിനർത്ഥം പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നാണ്. എങ്ങനെയാണ് കഡസ്ട്രൽ എന്ന വാക്കിനർത്ഥം എന്താണ്? പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് എന്ത്? കഡസ്ട്രൽ ഭൂപടം. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിർത്തികൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് എന്ത്? കഡസ്ട്രൽ ഭൂപടം. ഭൂനികുതി ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടമാണ് എന്ത്? കഡസ്ട്രൽ ഭൂപടം. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമ ഭൂപടങ്ങൾ കേട്ടോ. കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമ ഭൂപടങ്ങൾ. അപ്പൊ ഈ കഡസ്ട്രൽ ഭൂപടങ്ങൾ വലിയ തോത് ഭൂപടങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കേട്ടോ. അപ്പോ എന്താണ് കഡസ്ട്രൽ ഭൂപടങ്ങൾ? കഡസ്ട്രൽ എന്ന പദം രൂപം കൊണ്ടിട്ടുള്ളത് കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ്. കഡസ്റ്റർ എന്ന വാക്കിനർത്ഥം പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നാണ്. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ്. പിന്നെ ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് എന്ത്? ഗ്രാമ ഭൂപടങ്ങൾ. അടുത്തതായിട്ട് നമ്മള് ധരാതലീയ ഭൂപടങ്ങൾ അതെന്താണെന്നാണ് നോക്കുന്നത്. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടമാണ് എന്ത്? ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടം പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടാവും. ഏതില്? ധരാതലീയ ഭൂപടത്തില്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിച്ചിട്ടുണ്ടാവും ധരാതലീയ ഭൂപടങ്ങളില്. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടമാണ് എന്ത്? ധരാതലീയ ഭൂപടം. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പാടങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്ന ഭൂപടമാണ് എന്ത്? ധരാതലീയ ഭൂപടം. അപ്പൊ എന്താണ് ധരാതലീയ ഭൂപടങ്ങൾ? സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടം. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ തുടങ്ങിയവയെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ്. ഇനി അടുത്ത നമ്മൾ ഭൂപടങ്ങളിലെ തോതാണ് കേട്ടോ പറയാൻ പോകുന്നത്. ഭൂപടങ്ങളെല്ലാം വ്യക്തമായ തോതിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 രീതിയിലാണ്. ഏതൊക്കെയാണ് 3 രീതി? പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 രീതികളിലാണെന്ന് പറയുന്നു. പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്നതാണ് പ്രസ്താവന രീതി. ഭൂപടങ്ങളിലെ തോത് രേഖപ്പെടുത്തുന്നത് പ്രസ്താവന രീതിയിലാണ്. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയാണ് ഇത്, ഈ പ്രസ്താവന രീതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്നതാണ് പ്രസ്താവന രീതി. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയാണിത്.
ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് എന്ത്? ഭിന്നക രീതി എന്ന് പറയുന്നത്. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. പിന്നെ അടുത്ത് നമ്മൾ രേഖാരീതി എന്താണെന്നാണ് പരിശോധിക്കുന്നത്. ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും അനുപാതികമായി മാറുന്ന രീതിയാണ് എന്ത്? രേഖാരീതി. ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും അനുപാതികമായി മാറുന്ന രീതിയാണ് എന്ത്? രേഖാരീതി. ഇപ്പൊ ഭൂപടങ്ങളിലെ തോത് എന്ന് പറയുന്നത് ഭൂപടങ്ങളിലെ വ്യക്തമായ തോതിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരുന്നത്. ഭൂപടങ്ങളെല്ലാം വ്യക്തമായ തോതിന്റെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 രീതിയിലാണ്. ഏതൊക്കെയാണ് രീതി? പ്രസ്താവന രീതി, ഭിന്നക രീതി, രേഖാരീതി. ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പ്രസ്താവന രീതി. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയാണിത്. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് എന്ത്? ഭിന്നക രീതി. ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും അനുപാതികമായി എന്താണ്? മാറുന്ന രീതിയാണ് രേഖാരീതി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ഏതൊക്കെയായിരുന്നു എന്നറിയോ? ഇഞ്ച്, ഫർലോങ്, മൈൽ. ഈ 3 യൂണിറ്റുകളായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൂരം അളക്കാൻ ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകൾ. ഏതൊക്കെയാണ്? ഇഞ്ച്, ഫർലോങ്, മൈൽ. ബ്രിട്ടീഷ് സിസ്റ്റം എന്നറിയപ്പെടുന്ന യൂണിറ്റുകളാണ് ഈ ഇഞ്ചും ഫർലോങ്ങും മൈലും ഒക്കെ. ബ്രിട്ടീഷ് സിസ്റ്റം എന്നറിയപ്പെടുന്ന യൂണിറ്റുകളാണ് ഇഞ്ച്, ഫർലോങ്, മൈൽ. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകളാണ് ബ്രിട്ടീഷ് സിസ്റ്റം ട്ടോ. സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്ന യൂണിറ്റുകൾ ഏതാണ്? ബ്രിട്ടീഷ് സിസ്റ്റം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ പ്രചാരത്തിലായ യൂണിറ്റുകളാണ് മെട്രിക് സിസ്റ്റം. എങ്ങനെ? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടതോടെ പ്രചാരത്തിലായ യൂണിറ്റുകളാണ് മെട്രിക് സിസ്റ്റം. ഈ മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ ഏതൊക്കെയാണെന്നറിയോ? സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ഇതൊക്കെയാണ് മെട്രിക് സിസ്റ്റം യൂണിറ്റുകൾ. സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. AD 1800 ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വില്യം ലാങ്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. AD 1800 ഭൂപട നിർമ്മാണത്തിനായി ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്ന് ആരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വില്യം ലാങ്ടൺ ആണ്. വില്യം ലാങ്ടൺ ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ജോർജ് എവറസ്റ്റ് ആണ്. വില്യം ലാങ്ടൺ ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ആരായിരുന്നു? ജോർജ് എവറസ്റ്റ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയായിരുന്നു സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും